കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. സഭയിൽ വരുന്ന ഒരാളോട് പറയുന്ന ദൂതല്ല ഇത്. സഭയിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു വിശ്വാസിയോട് പറയുന്ന ദൂതാണിത്. സഭയിൽ പുതുതായിട്ട് വരുന്നവനോട് കർത്താവ് പറയുന്നത്, നിന്റെ ആവശ്യങ്ങളെ നടത്തി തരുന്ന സുവിശേഷങ്ങളിലെ കർത്താവിനെ നീ അന്വേഷിക്കുക. നിന്നെ താങ്ങുന്ന, നിന്റെ വിശപ്പിന് ആഹാരം തരുന്ന, നിന്റെ ദാഹത്തിന് വെള്ളം തരുന്ന, നിനക്ക് രോഗസൗഖ്യം തരുന്ന, നിന്റെ പഠനത്തിൽ സഹായിക്കുന്ന, നിന്റെ കുടുംബജീവിതത്തിൽ സന്തോഷം തരുന്ന, അതെ, നിന്റെ വിദ്യാഭ്യാസത്തിൽ സഹായിക്കുന്ന, കരുണയുള്ള, മനസ്സലിവുള്ള ഒരു കർത്താവ് തീർച്ചയായും ഉണ്ട്. എന്നാൽ വിശ്വാസത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുവാൻ, കുറച്ചുകൂടെ കർത്താവിനോട് അടുക്കുവാൻ, മണ്ണല്ല വിണ്ണാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ ഒരുത്തനോട് കർത്താവ് ഇതാണ് പറയുന്നത്. അബ്രഹാമിനെ നോക്കിക്കുക. അബ്രഹാമിനോട് പറയാണ്, ഈ ലോത്ത് നല്ല സ്ഥലം തിരഞ്ഞെടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അബ്രഹാമിനെ വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നീ കിഴക്കോട്ടും പടിഞ്ഞോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കടാ, നീ നോക്കുന്നതെല്ലാം നിനക്ക് തരും. അബ്രഹാം നോക്കി, കാര്യം സന്തോഷമായി, യാഗപീഠം ഉണ്ടാക്കി, യാഗം കഴിച്ച് എല്ലാം ശരിയാണെങ്കിലും ഒരാത്മീയനെ സന്തോഷിപ്പിക്കുന്നതൊന്നും അവിടെ ഇല്ല. അത് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. അതേ കർത്താവ് തന്നെ യുദ്ധവിജയം കഴിഞ്ഞ് വന്ന് കൂടാരത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അബ്രഹാമിനോട് വിളിക്കുന്നുണ്ട്. കൂടാരത്തിനകത്ത് ഇറങ്ങി വന്നിട്ട് ദർശനത്തിൽ അവനോട് പറയുകയാണ്, നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ പരിചയം, നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാണ് എന്ന് പറഞ്ഞാൽ, എന്നെ പ്രതിയാണ് നീ സോദോം രാജാവിൻ്റെ അടുക്കൽ നിന്ന് സമ്മാനമൊക്കെ മേടിക്കാതെ, സമ്പത്ത് മേടിക്കാതെ പോകുന്നത്. നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ പരിചയമാണ്. നീ 318 പേരുമായിട്ട് പോയി രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചു, നിനക്കൊരാപത്തും വന്നില്ല, ഇനിയൊരാപത്തും വരികയില്ല. ഞാൻ നിൻ്റെ പരിചയമാണ്, നിൻ്റെ പ്രതിഫലവും ഞാനാണ്. അപ്പം ഇദ്ദേഹത്തിനൊരു ധൈര്യം കിട്ടും. ഇദ്ദേഹം ചോദിക്കുക, നീ എന്ത് തരും കർത്താവ് എനിക്ക്? കൊച്ചുപിള്ളേരെ അപ്പനോട് ചോദിക്കും, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നല്ലോ. കണ്ട, ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്ത് വന്നു. ആ ശരിയായ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവങ്ങ് സഹായിച്ചു. ആവശ്യം പറഞ്ഞു. കർത്താവ് അവനെ പിടിച്ച് പുറത്ത് കൊണ്ട് എന്നിട്ട് ആകാശത്തേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ നോക്ക്, നിന്റെ സന്തതിയും വണ്ണമാകും. അവൻ വിശ്വസിച്ചു. നേരത്തെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും മണ്ണിലോട്ട് നോക്കിയിട്ട് വിശ്വസിക്കാത്തവൻ വിണ്ണിലോട്ട് നോക്കിയപ്പോൾ വിശ്വാസം വന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. മുകളിലേക്ക് നോക്കണം, മുകളിലേക്ക് നോക്കണം. മനുഷ്യൻ മുകളിലേക്ക് നോക്കണം. മൃഗങ്ങൾ താഴത്തേക്ക് നോക്കട്ടെ, അവർ അവരുടെ ആഹാരത്തിനുള്ളത് നോക്കട്ടെ. പക്ഷികൾ താഴത്തേക്ക് നോക്കട്ടെ. പക്ഷെ കഴുകൻ, നീ മുകളിലേക്ക് നോക്കണം, നീ മുകളിലേക്ക് നോക്കണം. നക്ഷത്രങ്ങൾക്ക് ഭൂമിമേലുള്ള സ്വാധീനത നീ അറിയണം. ഭൂമിയിലെ സകല മാനുഷാധികാരങ്ങളെയും വാഴുന്നത് സ്വർഗമാണെന്ന് നീ അറിയണം. എല്ലാവരും ഒന്നും അറിയട്ടെ, നീ അറിയണം. പ്രധാനമന്ത്രി ആയാലും പ്രസിഡൻ്റായാലും ആഭ്യന്തരമന്ത്രി ആയാലും ഗവർണറായാലും ജഡ്ജിമാരാണേലും അവിടെ ഇരിക്കുന്നത് മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചിട്ടാണെന്ന്. വിശ്വാസിയെ, നീ മുകളിലേക്ക് നോക്കണം. കാരണം നീ മുകളിലിരുന്നിട്ട് താഴെ വാഴേണ്ടവനാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തനോട് പറയുകയാണ്, നീ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് സ്നേഹമെന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഐ ലവ് യു എന്ന് കാറിനോടും ഐ ലൈക്ക് യു എന്ന് മനുഷ്യനോടും പറയുന്നൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. മനുഷ്യനെ അല്ലേ സ്നേഹിക്കേണ്ടത്? ദൈവത്തെ അല്ലേ സ്നേഹിക്കേണ്ടത്? ഹൃദയം മനുഷ്യനും ദൈവത്തിനും അല്ലേ കൊടുക്കേണ്ടത്? അത് വസ്തുക്കൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഐ ലവ് ഐസ്ക്രീമെന്നും ഐ ലവ് കാറെന്നും പറയുന്ന ലെവലിലേക്ക് മാറിയെന്ന്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്ന, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇഷ്ടപ്പെടരുതെന്നല്ല പറഞ്ഞാൽ, സ്നേഹിക്കരുത്. അപ്പോൾ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റും. ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നെന്ന് കാറിന്, വീടിന്, പണത്തിന്, പദവിക്ക്,
അടുത്തത് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. ഈ മൂന്നുമാണ് ഹവ്വയ്ക്കുണ്ടായത്. ജഡമോഹം തിന്നണം, കൺമോഹം കാണാൻ കൊള്ളാം, ജീവനത്തിൻ്റെ പ്രതാപം ജ്ഞാനം പ്രാപിക്കാം. പിതാവിൽ നിന്നല്ലത്. പിതാവിൽ നിന്നാണെന്നൊക്കെ വശീകരിക്കാൻ വേണ്ടി പറയും, അല്ല, അത് ലോകത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. നീ ആ വീട്ടിൽ വീഴരുത്. ആർക്കാ മോഹം ഉണ്ടാകാത്തത്? ആർക്കാണ് ഇഷ്ടം തോന്നാത്തത്? റോഡിൽ കൂടി നടന്നാൽ പൊടി പറ്റാത്തത് ആർക്കാണ്? ഉടുപ്പിന്മേൽ ഡെറ്റോളിൻ്റെ പരസ്യത്തെ പോലെ റോഡിൽ കൂടി നടന്ന്, പൊടി പടലത്തിൽ കൂടി നടന്ന്, കൺസ്ട്രക്ഷൻ സൈറ്റിൽ കൂടി നടന്ന് പൊടി പിടിച്ചു. ശരിയാണ്, വീട്ടിൽ വന്ന് ഡെറ്റോൾ ഇട്ട് കുളിച്ചേ മാറിയില്ലേ? ഹവ്വയെ നിനക്ക് പരീക്ഷയുണ്ടായി, സത്യമാണ്. പക്ഷെ വീഴേണ്ട കാര്യമില്ലായിരുന്നു. ആലോചിക്കാമായിരുന്നു, പ്രാർത്ഥിക്കാമായിരുന്നു. പ്രാർത്ഥനാമുറിയിൽ ആലോചിക്കാമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്, തെറ്റും ശരിയും പറഞ്ഞു തരാൻ, ശരിയിൽ കൈപിടിച്ച് നടത്താൻ. പരിശുദ്ധ റൂഹ കൂടെയുണ്ട്. ശ്രേഷ്ഠമായത് അവൻ നിനക്ക് തരും. ശ്രേഷ്ഠമായത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. നീ കാണാത്ത ഒത്തിരി ഉണ്ടെന്ന്, നമുക്കറിഞ്ഞുകൂടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ജോബിനോട് കർത്താവ് ചോദിക്കുകയാണ് കുറേ ചോദ്യങ്ങൾ. നിനക്ക് ഇന്നതറിയാമോ? നിനക്ക് ഇന്നത് കണ്ടിട്ടുണ്ടോ? ഇന്നത് നീ കേട്ടിട്ടുണ്ടോ? ശരിയാണ്, മുകളിലേക്ക് നോക്കണം, അതൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ ഇതൊക്കെ ചെറുതാണെന്ന് മനസ്സിലാകും. ഫ്ലൈറ്റിൽ കയറി പോകുമ്പോൾ നമ്മൾ വിമാനം ഉയരുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ എല്ലാം കുഞ്ഞായി തോന്നുന്ന പോലെ അത്രേ ഉള്ളു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഭൂമിയിലെ പൊടിയെ നാഴിക കൊള്ളിക്കാനേ ഉള്ളെന്ന്. അത് ഉയർന്നവനാണ് തോന്നുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് നമുക്ക് ആത്മീയ വർധന നൽകട്ടെ. അഗ്നിജാലയ്ക്കത്തെ കണ്ണുള്ളവൻ നമ്മളിലൂടെ കാര്യങ്ങളെ നോക്കട്ടെ. നമ്മുടെ മനസ്സും മനോഭാവവും പരിശുദ്ധാത്മാവിന് പ്രസാദമുള്ളതായി തീരട്ടെ. നിങ്ങൾ തൃപ്തിയുള്ളവരായി വസിക്കട്ടെ. അനുഗ്രഹിക്കുന്നു. ആമേൻ.